പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ ഇന്നും എന്നും എന്നേക്കും തന്നെ. ഇന്ന് നമ്മൾ വെളിപാട് പുസ്തകത്തെ പറ്റി തന്നെയാണ് പറയുന്നത്. വെളിപാട് പുസ്തകത്തിൽ എന്ന് മാത്രമല്ല, ഒരു സാധാരണ പെന്തിക്കോസുകാരൻ്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹം ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഈ വിഷയം. അതായത് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നതും എന്നാൽ ബാക്കിയുള്ള നമ്മളെന്നാൽ പൊതുവിൽ വായിക്കുമ്പോൾ നമുക്കെങ്ങും കാണാത്തതുമായ ഒരു സാധനമുണ്ട്. വെളിപാട് പുസ്തകത്തിൽ മാത്രമാണത് വരുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവപുസ്തകം, ജീവന്റെ പുസ്തകം. അതായത് വെളിപാട് പുസ്തകത്തിലാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അതല്ലാതെ പൗലോസ്ലീഹയുടെ ലേഖനത്തിലുണ്ട് ഇത്, അത് ഞാൻ പിന്നീട് പറയാം. അപ്പം നമുക്ക് ആദ്യം ഈ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതണം എന്ന് നമ്മൾ ഈ പെന്തിക്കോസുകാർ ഏത് സമയവും പറയുന്ന ഒരു കാര്യമാണ്. ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടോ? ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതാൻ വേണ്ടിയിട്ട് അവർ സ്നാനപ്പെടുന്നു, വിശുദ്ധിയും വേർപാടും പാലിക്കുന്നു. അയലോക്കത്തൊരുത്തൻ അയലോക്കത്തുകാരനായിട്ട് മിണ്ടാൻ പോലും നിൽക്കില്ല. അതായത് പ്രത്യേകിച്ചും അവൻ പെന്തിക്കോസുകാരനല്ല എങ്കിൽ അവനോട് സഹകരിക്കുന്നത് തന്നെ, അയലോക്കത്തുണ്ടെങ്കിൽ സഹകരിക്കുന്നത് തന്നെ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിശുദ്ധി വേർപാട് മാറിപ്പോകും. കാരണം അവൻ്റെ വീട്ടിൽ പോവുകയോ അവനുമായിട്ട് ഒത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ അവൻ്റെ ഉത്സവങ്ങൾക്കോ അവൻ്റെ പെരുന്നാളുകൾക്കോ ഒക്കെ വെക്കുന്നത് വല്ലതും നമ്മൾ കഴിച്ചു പോയാൽ അല്ലെങ്കിൽ നമ്മൾ അതിൽ പങ്കെടുത്തു പോയാൽ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ അടുത്ത് പോലും അവർ വരത്തില്ല. വരാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി അഥവാ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളൊരു കല്യാണത്തിന് അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ കല്യാണത്തിന് വരത്തില്ല. പക്ഷെ അവർ കല്യാണത്തിൻ്റെ ഭക്ഷണം കഴിക്കാൻ കൃത്യമായിട്ട് വരും കേട്ടോ. അപ്പം ഭക്ഷണ സമയത്ത് ഓഡിറ്റോറിയത്തിൽ വരും, പക്ഷേ വിവാഹത്തിന് പള്ളി വരത്തില്ല. ഇനി ഒരു ചാക്കാലയ്ക്ക് വരികയാണെങ്കിൽ, ഒരു മരണത്തിന് വന്നാൽ അവർ പള്ളിക്കകത്ത് കയറത്തില്ല. അവർ ആ 4 വരി ചുറ്റിലും ഇങ്ങനെ കറങ്ങി നടക്കും. കാരണം ഇതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ വിശുദ്ധി വേർപാട് നഷ്ടപ്പെടും. ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേര് നഷ്ടപ്പെട്ടു. ഇതാണ് ഒരു സാധാരണ പെന്തിക്കോസുകാരൻ്റെ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റുകാരൻ്റെ അല്ലെങ്കിൽ ഒരു ബ്രദറൻകാരൻ്റെ കാഴ്ചപ്പാട്. ജീവപുസ്തകത്തിൽ അവന് പേരെഴുതാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ കാണിക്കുന്ന കോപ്രായങ്ങൾ. അതായത് ഇവൻ എന്തോ ഈ ഒരു സാധാരണ പെന്തിക്കോസുകാരൻ എന്തോ ഒക്കെ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം ഈ ജീവപുസ്തകത്തിൽ പേരെഴുതണം. എങ്ങനെ എഴുതണം? ഈ ജീവപുസ്തകത്തിൽ പേരെഴുതണമെങ്കിൽ സ്നാനപ്പെടണം, രക്ഷിക്കപ്പെടണം, എന്നിട്ട് വിശുദ്ധിയോടുകൂടി ജീവിച്ചാൽ മാത്രമേ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതൂ. യഥാർത്ഥത്തിൽ അതാണോ ജീവന്റെ പുസ്തകം? ബൈബിളിൽ കാണുന്ന ജീവന്റെ പുസ്തകം എന്താണ്? ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ബൈബിളിൽ മാത്രം ആശ്രയിച്ചാൽ ഈ ജീവപുസ്തകം എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല. അതിനെന്ത് വേണമെന്ന് ചോദിച്ചാൽ, യഹൂദന്റെ ട്രഡീഷനും അവൻ്റെ ദേവാലയത്തെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. അവൻ്റെ ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ പേരാണ് ജീവന്റെ പുസ്തകം. ഇത് ആരുടെ കൈവശമാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്നദ്രി സംഘത്തിൻ്റെ കൈവശമാണ് ഈ പുസ്തകം. ഇത് എപ്പോഴാണ് എടുക്കുന്നത്? ഇത് യഹൂദൻ അവൻ്റെ ഉത്സവത്തിൻ്റെ ദിവസത്തിൽ മാത്രം ഒരിക്കലായിട്ട് അത് പുറത്തെടുക്കും. എന്നിട്ടാണ് അതിനകത്ത് പേര് ചേർക്കുന്നത്. ഇത് എങ്ങനെയാണ് എന്ന് ഞാൻ ഇനി പറഞ്ഞു തരാം. ഇത് എന്താണ്? അപ്പോൾ ഇത് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇത് യോസിഫസിന്റെ പുസ്തകം വായിക്കണം. ഡിസ്ട്രാക്ഷൻ ഓഫ് ജെറുസലേമിന്റെ, അതായത് AD 70 ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെടുന്ന അത് എഴുതിയിട്ടുള്ള പുസ്തകമുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്കിത് കാണാം. അപ്പം അതിനകത്ത് ഇതിൻ്റെ കാര്യങ്ങളെന്ന് റെഫറൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജെറുസലേമിൽ ഈ ബാബിലോൺ പ്രവാസത്തിന് ശേഷം തിരിച്ചു വന്നിട്ട് രണ്ടാമത് ജെറുസലേം ദേവാലയം പണിയുന്നുണ്ട്. ആദ്യത്തെ ദേവാലയം ബാബിലോൺ പ്രവാസത്തിന് മുമ്പ് മുഴുവനായിട്ട് ഇടിച്ചു പൊളിച്ച് നശിപ്പിച്ചു, അവരുടെ പുസ്തകം കത്തിച്ച് കളയുന്നതായിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു.
അപ്പം അപ്പം നമ്മൾ മനസ്സിലാക്കണം. അപ്പം ആ രണ്ടാമത്തെ, അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുന്നത്, ലോകാരംഭം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ഇതുവരെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതാത്തവരെല്ലാം ഇത് എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ഏതാണ് ഈ ലോകാരംഭം? ഈ രണ്ടാം ജെറുസലേം ദേവാലയത്തിൻ്റെ ഇത് മുതൽ, ദേവാലയം സ്ഥാപിക്കപ്പെടുന്നത് മുതൽ അവിടെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു പുസ്തകമായിരുന്നു. ഇത് സന്നദ്ധി സംഘത്തിൻ്റെ ഓഫീസിൽ അവരുടെ കയ്യിലുള്ള പുസ്തകമാണ്. ഇതിനകത്ത് എന്താണ് എഴുതുന്നത്, ഇനി ആരുടെ പേരാണ് ഇതിനകത്ത് എഴുതുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതിനകത്ത് എഴുതുന്നത് യഥാർത്ഥത്തിൽ ഈ ജെറുസലേമിലുള്ള ഈ പാവപ്പെട്ടവരോട് കരുണ കാണിക്കുന്ന, അല്ലെങ്കിൽ ജെറുസലേമിലുള്ള ധനികരായ ആൾക്കാർ പാവപ്പെട്ടവരോട് കരുണ കാണിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് സഹായങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ പേരുകൾ എഴുതി സൂക്ഷിക്കുന്ന പുസ്തകമാണ് ഈ പറഞ്ഞിരിക്കുന്ന ജീവന്റെ പുസ്തകം എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളവനോട് കരുണ കാണിക്കുന്ന, അപ്പം ആ പുസ്തകത്തിൽ പേരെഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ രക്ഷിക്കാനും രക്ഷപ്പെടുത്താനും അവനോട് കരുണ കാണിക്കാനും ആളുണ്ടാവും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ അവർ നിങ്ങളെ സഹായിക്കും. അത് യഥാർത്ഥത്തിൽ ഈ AD 70യോടനുബന്ധിച്ച് പിന്നെ യഹൂദന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ ഓർത്തിട്ടാണ് കർത്താവ് അത് പറയുന്നത്. കാരണം ഇപ്പം നിങ്ങൾ അവരെ സഹായിച്ചാൽ അന്ന് നിങ്ങളെ അവർ രക്ഷപ്പെടാൻ സഹായിക്കും. എങ്ങനെ? അതായത് ഈ പിന്നെ ധനികരായ മനുഷ്യരേക്കാൾ ഈ പാവപ്പെട്ടവർക്കാണ് യഥാർത്ഥത്തിൽ ഈ നാട്ടിലുള്ള യൂടാൻ വഴി. അതിപ്പോൾ നമ്മുടെ നാട്ടിലായാലും അറിയാം, ഈ വലിയ സ്റ്റാൻഡേർഡ് ആൾക്കാരൊക്കെ വലിയ കാറിനകത്തൊക്കെ കയറി പോകുമ്പോൾ അവർക്ക് ഈ ഊടാൻ വഴികളൊന്നും അറിയത്തില്ല. അപ്പം അതേസമയം ഒരു പാവപ്പെട്ടവനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാൽനടക്കാരനാണെങ്കിൽ അവന് ഈ പ്രദേശത്തുള്ള സർവ്വ ഊടാൻ വഴി അറിയാം. അപ്പം അവന് എതിലേക്കൂടെ പോയാൽ എവിടെ ചെല്ലും. മറ്റേ ആൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ് വഴി പോയി കാറിനകത്ത് എവിടെ വരെ ചെല്ലാമോ അത് മാത്രമേ അവനെ അറിയത്തുള്ളൂ. അപ്പം അതേപോലെ ജെറുസലേമിൽ ഉണ്ടായിരുന്ന വഴികളെ പറ്റിയും പിന്നെ ആ ഭൂഗർഭ വഴികളെ പറ്റി, അപ്പം കാരണം അവൻ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കുന്നത് കൊണ്ട് അവനിതറിയാം. അപ്പം അങ്ങനെ ജെറുസലേമിലെ ആ യുദ്ധ സമയത്ത് ഈ ധനികന്മാരെ, ഈ ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ അവരവിടുന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്. അപ്പം അതാണ് ഈ കോണ്ടക്സ്റ്റ്. ഈ വെളിപാട് പുസ്തകത്തിൽ പറയുന്ന ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയവർ മാത്രമേ അവിടെ രക്ഷപ്പെടുന്നുള്ളൂ എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഏതാണ് ഈ ജീവന്റെ പുസ്തകം എന്നുള്ളത് പിന്നെ നമ്മൾ സുവിശേഷം വായിച്ചാലോ നമുക്ക് മനസ്സിലാകുകയില്ല ജീവന്റെ പുസ്തകം എന്താണെന്ന്. ഇനി നമ്മൾ പഴയ നിയമം വായിച്ചാലോ ഈ ജീവന്റെ പുസ്തകം ഏതാണെന്ന് നമുക്കറിയത്തില്ല. ഈ ജീവന്റെ പുസ്തകം എന്ന് പറയുന്ന സാധനം നമ്മൾ കാണുന്നത് വെളിപാട് പുസ്തകത്തിലാണ്. അല്ലാതെ ഒരിടത്ത് മാത്രമേ നമ്മൾ ജീവന്റെ പുസ്തകത്തെ പറ്റി കാണുന്നുള്ളൂ. അത് ഞാൻ ഇനി പറയാം ഇത് തീരുമ്പോൾ. കാരണം അത് വളരെ രസകരമായി. ഈ രസകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെന്തിക്കോസുകാരൻ്റെ ഈ ജീവപുസ്തകത്തോടുള്ള ആക്രാന്തി മൊത്തം തീരുന്ന, അതായത് ഈ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുന്നത് ദൈവമാണ്, അല്ലെങ്കിൽ ദൈവം പേരെഴുതി വെച്ചേക്കാണ് ജീവന്റെ പുസ്തകത്തിൽ, അങ്ങനെയുള്ളവരെ രക്ഷിക്കപ്പെടൂ. ഇനിയിപ്പോൾ കർത്താവിൻ്റെ കയ്യിൽ അങ്ങനെ ഒരു പുസ്തകം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പാവപ്പെട്ടവരെ സഹായിച്ചാൽ, അതുകൊണ്ടാണ് നമ്മളെ ശമരിയക്കാരൻ്റെ ഉപമ പറഞ്ഞിട്ട് പറയുന്നത്. അപ്പം യഹൂദനും പലരും അതിലേ പോയി, പക്ഷെ അവരാരും കരുണ കാണിച്ചില്ല. അപ്പം ആ കരുണ കാണിച്ചവരാണ് ദൈവം സഹായിക്കുമെന്ന് പറയുന്നത് പോലെ ഈ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ അറിയുന്നത് പോലുമില്ല. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ കാണാൻ വന്നില്ല. ഞാൻ വീടില്ലാത്തവനായിരുന്നു, നിങ്ങളെന്നെ കാണാൻ വന്നില്ല. ഞാൻ തടവിലായിരുന്നു, നിങ്ങളെന്നെ കാണാൻ വന്നില്ല. അപ്പം അതുകൊണ്ട് കടക്ക് പുറത്ത്, നമ്മുടെ പിണറായി വിജയൻ പറയുന്നതല്ല, കടക്ക് പുറത്ത് ഞാൻ നിങ്ങളെ അറിയുന്നതേ ഇല്ല എന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പം ഈ ജീവന്റെ പുസ്തകത്തിൽ പേര് കാണണമെങ്കിൽ നമ്മൾ നമ്മുടെ അയൽവക്കക്കാരനോടും നമ്മുടെ സ്നേഹിതന്മാരോടും നമ്മുടെ സമൂഹത്തോടും ഈ ദയ അർഹിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അത് നമ്മുടെ കരുണ ആഗ്രഹിക്കുന്നവരും, അല്ലെങ്കിൽ അവർ നമ്മളോട് പറയുന്നില്ലെങ്കിൽ അവർ ആ കരുണ ആഗ്രഹിക്കുന്നതും, അല്ലെങ്കിൽ അവർ ആ കരുണ അവരുടെ അവകാശമാണ്. നമ്മുടെ ഈ കരുണ അവരോട് കാണിക്കേണ്ടത് അവരുടെ അവകാശമാണ്. അപ്പം നമ്മൾ അവരോട് കാണിക്കണം. അവരോട് ആ കരുണ കാണിക്കുമ്പോഴാണ് ഇനി കർത്താവിൻ്റെ കയ്യിൽ ഈ പുസ്തകം ഇരിപ്പുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് പേരെഴുതണമെങ്കിൽ, നിങ്ങളെ പേരെഴുതണമെങ്കിൽ നിങ്ങൾ ഈ കരുണ നിങ്ങളുടെ സഹജീവികളോട് കാണിക്കണം. അല്ലാതെ നിങ്ങൾ സ്നാനപ്പെട്ടിട്ടോ, നിങ്ങൾ രക്ഷ പ്രാപിച്ചിട്ടോ, അല്ല രക്ഷിക്കപ്പെട്ടോ. ബന്ധിക്കോസുകാരൻ്റെ ആദ്യത്തെ ചോദ്യം, നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ എന്ന്. അപ്പോൾ സ്നാനപ്പെട്ടിട്ടോ രക്ഷിക്കപ്പെട്ടിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല.
നിങ്ങൾ എന്താ വേണ്ടത്? ആദ്യം ഈ ജീവന്റെ പുസ്തകം എന്ന് പറയുന്നത് സഹജീവികളോട് കരുണ കാണിക്കുക അവരെ എഴുതുന്ന പുസ്തകം. അതാണ് ഈ ജീവന്റെ പുസ്തകം, അല്ലാതെ വേറെ ഒരു പുസ്തകവുമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളിത് മനസ്സിലാക്കണം. ഈ ജീവന്റെ പുസ്തകം, ഈ വെളിപാട് പുസ്തകത്തിൽ ഏറ്റവും വലിയ ഒരു പിന്നെ ആൾക്കാരെ ഏറ്റവും വലുതായിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന, അല്ലെങ്കിൽ എന്തോ വലിയ സംഭവം, ഈ ജീവന്റെ പുസ്തകം എന്ന് പറഞ്ഞിട്ട് വലിയൊരു സംഭവം ഈ പിന്നെ നമ്മൾ പാലിക്കണം, അല്ലെങ്കിൽ ഈ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതാനുള്ള തത്രപ്പാടിലാണ് ഒരു സാധാരണ പെന്തിക്കോസ് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസിയുടെയും ഈ പിന്നെ അതുപോലെ തന്നെ ഈ കരിസ്മാറ്റിക്കിന്റെ അസുഖം പിടിച്ച അപ്പോസ്തോലിക സഭയിലുള്ളവർ ഈ ജീവന്റെ പുസ്തകത്തിൽ എങ്ങനെങ്കിലും ഒന്ന് പേരെഴുതി കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൽ അവർ നടക്കുന്നത്. പണ്ട് അങ്ങനൊന്നും അല്ലായിരുന്നു. അപ്പോസ്തോലിക സഭയിലെ വിശ്വാസികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഈ വിശുദ്ധി വേർപാട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അവനവനിലേക്ക് ചുരുങ്ങുന്ന ഒരു പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അവൻ സമൂഹത്തിൽ എന്തുണ്ടെങ്കിലും, ഏത് കാര്യം ഉണ്ടെങ്കിലും അവൻ അവിടെയൊക്കെ ചേരുകയും അവരോടൊപ്പം ചേരുകയും പിന്നെ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയും പിന്നെ എളിയവരെ സഹായിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാ. നാനാജാതി മതസ്ഥരോട് ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരുന്നവരാ. അപ്പം ഈ ഒരു ചിന്താധാര അതാ ഈ ജീവന്റെ പുസ്തകം എന്നുള്ള കാരണം ഈ പെന്തിക്കോസുകാർ പറഞ്ഞ് ഇപ്പൊ അപ്പോസ്തോലിക സഭയിൽ ഇരിക്കുന്നവർക്ക് ഒരു തോന്നലുണ്ട് ഈ ജീവന്റെ പുസ്തകം എന്ന് പറയുന്നത് നമ്മളിലേക്ക് ചുരുങ്ങുമ്പോൾ എഴുതുന്ന ഒരു പുസ്തകമാണ്. അല്ല, നിങ്ങൾ വിശുദ്ധി പാലിച്ചാലും നിങ്ങൾ വെളിപാട് പാലിച്ചാലും നിങ്ങൾ പിന്നെ എന്ത് ചെയ്താലും നിങ്ങൾ അതിൽ പേരെഴുതത്തില്ല. നിങ്ങളോട് പേരെഴുതണമോ? നിങ്ങൾ പാവങ്ങളോട് കരുണ കാണിക്കണം. അങ്ങനെ ആ കരുണ കാണിക്കുന്ന, അതായത് സഹജീവികളോട് കരുണ കാണിച്ച, യഹൂദന്മാരിടയിൽ പാവത്തങ്ങളോട് കരുണ കാണിച്ച ആൾക്കാരുടെ പേരെഴുതി വെച്ചിരുന്ന സന്നദ്രി സംഘത്തിന്റെ, യെരുസലേമിൽ സന്നദ്രി സംഘത്തിന്റെ കയ്യിലിരുന്ന പുസ്തകത്തിന്റെ പേരാണ് ഈ ജീവന്റെ പുസ്തകം. ഈ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ള ആൾക്കാരെ അവിടെ പാവപ്പെട്ടവർ, അതായത് അവരെ സഹായിച്ചത് കൊണ്ട് ആ പാവപ്പെട്ടവർ ഈ പറഞ്ഞിരിക്കുന്ന AD 70 ഈ പിന്നെ ടൈറ്റസിന്റെ നേതൃത്വത്തിൽ AD 63 ടൈറ്റസിന്റെ നേതൃത്വത്തിൽ ജെറുസലേമിനെ റോമാക്കാർ വളയുമ്പോൾ ആ ജെറുസലേം ആലയത്തെയും വളയുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തങ്ങളി കിടന്നടിക്കുമായിരുന്നു. ആരാ? ഈ യഹൂദന്മാർ തങ്ങളി കിടന്നടിക്കുമായിരുന്നു. ഈ നമ്മൾ വിചാരിക്കരുത് ഈ യഹൂദന്മാരെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ കുറെ പെന്തിക്കോസുകാർ പറയുന്ന പോലെ അവരെന്തോ വളരെ നല്ല മനുഷ്യരായിരുന്നു, അവര് പിന്നെ ദൈവത്തെ പറ്റി മാത്രം ചിന്തിച്ച് അല്ലെന്നേ. ഇന്നത്തെ നമ്മുടെ ഈ പിന്നെ വേറൊരു മതവിഭാഗം ഉണ്ടല്ലോ, ഈ സെമിറ്റിക് മതത്തിലെ 3ാമത്തെ മതവിഭാഗം, ഈ യഹൂദനും ക്രിസ്ത്യാനി അല്ലാത്ത, ഞാൻ അവരുടെ പേര് പോലും പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ്. അപ്പൊ അവരുടെ ഇടയിലെ ഇതുപോലായിരുന്നു. കാരണം അവര് നമുക്കറിയാമല്ലോ തങ്ങളി കിടന്നങ്ങ് അടി വെക്കുക എന്ന് പറഞ്ഞതുപോലെ ഈ ജെറുസലേമിൽ ഈ യഹൂദന്മാരും തങ്ങളി കിടന്നങ്ങ് അടിയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരുന്നു. അവരെ പിന്നെ ഭക്ഷ്യധാന്യങ്ങൾ എടുത്ത് കത്തിച്ച് കളയുക, പിന്നെ കുടിവെള്ളം മുട്ടിക്കുക, പിന്നെ തങ്ങളി അതായത് ഈ റോമിനെ എതിർക്കാൻ താല്പര്യമില്ലാത്തവനെ തങ്ങളി കൊന്നു കളയുക. പിന്നെ ഇതൊന്നും താല്പര്യമില്ലാതെ ഓടി രക്ഷപ്പെട്ട് പുറത്തു വരുന്നവനെ ഈ വളഞ്ഞിരിക്കുന്ന റോമൻ സൈന്യം യവ എന്തിനാണ് പുറത്തിറങ്ങി വന്നത്, യവ അന്നേരം അവിടെ നിന്ന് എന്തോ കട്ടുകൊണ്ട് വരാൻ വരികയെന്ന് വിചാരിച്ചിട്ട് വളരെ ക്രൂരമായിട്ട് അവരെ കൊല്ലുന്നതായിരുന്നു. കാരണം വയറൊക്കെ അറുത്ത് കീറുമായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം വല്ലതും എടുത്ത് വിഴുങ്ങിയിട്ടാണ് വന്നതെന്ന് വിചാരിച്ച് അങ്ങനെ പച്ചയ്ക്ക് പിന്നെ വയറ് വളർന്നും ഒക്കെ അങ്ങനെ അത്രയ്ക്കും വളരെ മൃഗീയമായിട്ട് ആൾക്കാരെ കൊന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഈ ജീവന്റെ പുസ്തകം എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ പേരെഴുതിയിട്ടുണ്ടായിരുന്ന ആൾക്കാരെ അവിടുന്ന് പാവപ്പെട്ടവർ ഇതേപോലെ ജെറുസലേമിൽ നിന്ന് രക്ഷിച്ചു. അതാണ് ഈ ജീവൻ വെളിപാട് പുസ്തകത്തിൽ നിങ്ങൾ കാണുന്ന ഈ ജീവന്റെ പുസ്തകം. അല്ലാതെ നിങ്ങൾ ഇനി ബൈബിളിനകത്ത് മൊത്തത്തിൽ കിടന്ന് തപ്പിയാൽ ഈ ജീവന്റെ പുസ്തകത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ ജീവന്റെ പുസ്തകത്തിൽ നിങ്ങൾ പേരെഴുതണമെങ്കിൽ നിങ്ങൾ സ്നാനപ്പെടുവോ, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ രക്ഷിക്കപ്പെടുവോ, അല്ലെങ്കിൽ പിന്നെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവോ, അങ്ങനൊന്നും അല്ല. ഇനി കർത്താവിന്റെ കയ്യിലുണ്ടെങ്കിലും പർപ്പസ് ഒന്ന് തന്നെയാണ്. നിങ്ങൾ പോവുക, പിന്നെ എളിയവരെ സഹായിക്കുക, നിങ്ങളുടെ സമൂഹത്തിൽ പാവപ്പെട്ടവർക്ക് ചെയ്യേണ്ടുന്നത് ചെയ്തു കൊടുക്കുക. അപ്പം നിങ്ങളുടെ ഇങ്ങനൊരു പുസ്തകം കർത്താവിന്റെ കയ്യിലുണ്ടെങ്കിലും കർത്താവ് ഇതിനകത്ത് പേരെഴുതും. അപ്പോൾ ഇതാണ് ഞാൻ ഈ ജീവന്റെ പുസ്തകം എന്ന് പറയുന്ന ഇത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഫിലിപ്പിയ ലേഖനം, ഈ ജീവന്റെ പുസ്തകം, അതിന് ഇനി ഈ ജീവന്റെ പുസ്തകം എന്ന് പറയുന്നത് കർത്താവിന്റെ കയ്യിലിരിക്കുന്നതല്ല എന്നുള്ളതിനുള്ള ഒരു തെളിവാണ് ഞാൻ ഇനി നിങ്ങളോട് പറയാൻ പോകുന്നത്. അതായത് ഈ ജീവന്റെ പുസ്തകത്തിനകത്ത് പേരുള്ള ഒരാളിനെ പറ്റി പൗലോസ് ലീഗ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പം ജീവന്റെ പുസ്തകം കർത്താവിന്റെ കയ്യിലാണെങ്കിൽ എന്തായാലും പൗലോസ് ലീഗയ്ക്ക് അറിയത്തില്ലല്ലോ ഈ പേര് അതിനകത്തുണ്ടെന്ന്.
ഈ പേര് അത് ഈ ഒരാളുടെ പേര് മാത്രമല്ല പറയുന്നത്, പേരെടുത്ത ഒരാളെ പറയുന്നത്. പക്ഷെ അതേപോലെ ഉള്ളവരുടെ പലരുടെയും കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് ആ വാക്യം വായിക്കാം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യം. സാക്ഷാൽ ഇണയാളിയായുള്ളവേ, അവർക്ക് തുണ നിൽക്കണം എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ജീവന്റെ പുസ്തകത്തിൽ പേരുള്ള ക്ലെമന്ത് മുതലായ എന്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ പ്രഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. അപ്പൊ ക്ലെമന്റിന്റെ പേര് എന്തായാലും ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടെന്ന് ആർക്കറിയാം? പൗലോസ് ലീഗായിക്കറിയാം. അപ്പൊ ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടെന്ന് ആർക്കറിയാം? ആരുടെയൊക്കെ പേരുണ്ടെന്ന് ആർക്കറിയാം? പൗലോസ് ലീഗായിക്ക് അറിയാം. പൗലോസ് ലീഗായിക്ക് എങ്ങനെ അറിയാം? പൗലോസ് ലീഗായിക്ക് എങ്ങനെ അറിയാം? റോമൻ പൗരത്വമുള്ള യഹൂദനായ, പിന്നെ ഗമാലിയലിന്റെ കീഴിൽ ഇരുന്ന് പഠിച്ച യഹൂദനായ പിന്നെ പൗലോസിനറിയാം ഈ ജീവന്റെ പുസ്തകം എവിടെയാണെന്നും ഈ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുന്നത് എങ്ങനെയാണെന്നും ഈ സന്നദ്ധി സംഘത്തിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ റോമാ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് തിട്ടൂരം മേടിച്ചിട്ടുള്ള പൗലോസിനറിയാം, പൗലോസ് ലീഗായിക്ക് അറിയാം ഇത് ആരുടെ കയ്യിൽ ഈ പുസ്തകം ഉണ്ടെന്ന്. ഈ പുസ്തകത്തിനകത്തെ പേരും പുള്ളിക്കറിയാം. അപ്പൊ അതുകൊണ്ടാണ് പുള്ളി ഇവിടെ പറയുന്നത് ഈ ജീവന്റെ പുസ്തകത്തിൽ ഈ ക്ലെമന്റിന്റെ പേരുണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് എന്റെ സാധാരണ പെന്തിക്കോസ് വിശ്വാസികളെ, നിങ്ങൾ ഇനിയെങ്കിലും ഈ വെളിപാട് പുസ്തകം എന്നുള്ളത് ഇനി സംഭവിക്കാനുള്ള ഒരു സാധനമാണെന്ന് കരുതി നിങ്ങളുടെ സമയം നിങ്ങൾ വൃഥാ മെനക്കെടുത്തരുത്. നിങ്ങൾ ഇങ്ങനെ അവനവനിലേക്ക് ഒതുങ്ങി ജീവിക്കരുത്. നിങ്ങളെ കൊണ്ട് സമൂഹത്തിന് ആവശ്യമുണ്ട്, പാവപ്പെട്ടവർക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ അവരെ സഹായിക്കുക. നിങ്ങളുടെ ഈ വിശുദ്ധിയും വേർപാടും എന്നൊക്കെ പറയുന്ന സാധനം ആർക്കും ഉപകരിക്കുന്ന ഒന്നല്ല. അത് നിങ്ങൾക്ക് ഇനി ഇങ്ങനെ വിശുദ്ധിയും വേർപാടും ഭാവിച്ചത് കൊണ്ടും ജീവന്റെ പുസ്തകത്തിൽ നിങ്ങൾ പേരെഴുതാൻ പോകുന്നില്ല. കാരണം അത് എളിയവരെ സഹായിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു പുസ്തകമായിരുന്നു. അത് ജെറുസലേം ദേവാലയത്തിലുള്ള പുസ്തകമായിരുന്നു. അത് സന്നദ്ധി സംഘത്തിന്റെ കയ്യിലുള്ള പുസ്തകമായിരുന്നു. അത് പൗലോസ് ലീഗ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇതാണ് ജീവന്റെ പുസ്തകം. വെളിപാട് പുസ്തകം എന്ന് കേൾക്കുമ്പോൾ ചാടി എല്ലാവരുടെയും പിന്നെ കിളി പോകുന്ന ഒരു സാധനമായത് ഈ ജീവന്റെ പുസ്തകം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതാണ് ഞാൻ പറയുന്നത്, ഈ ജീവന്റെ പുസ്തകം എന്ന് പറഞ്ഞിട്ട് ഇനി നിങ്ങൾ ഈ മനുഷ്യനെ പേടിപ്പിക്കാതെ, അല്ലെങ്കിൽ ഈ അപ്പോസ്തോലിക സഭയിലുള്ള കരിസ്മാറ്റിക് വട്ടന്മാര്, ഞാൻ അങ്ങനെ പറയുന്നത്, കരിസ്മാറ്റിക് വട്ടന്മാര് നിങ്ങളെ പേടിപ്പിക്കാതിരിക്കട്ടെ. അപ്പം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.